വിശ്വസിയായിരിക്കട്ടെ. നമ്മൾ ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പരമ്പരയുടെ 53-ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഭാഗം നമ്മൾ എടുത്തിട്ടുള്ളത് 1-ാമത്തെ വാല്യത്തിൽ തന്നെ 42-ാമത്തെ അധ്യായത്തിൽ പറയുന്ന വിശുദ്ധ യൗസേപ്പിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് 41-ാമത്തെ അധ്യായത്തിൽ 12 വയസ്സുള്ള ഈശോ പണ്ഡിതരുമായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. ഇന്നത്തെ ഭാഗം നമ്മൾ കാണുന്നത് ഏകദേശം 17 വർഷങ്ങൾക്ക് ശേഷം, ഈശോയ്ക്ക് ഒരുപക്ഷെ 29 വയസ്സായിരിക്കണം, ആ സമയത്ത് വിശുദ്ധ യൗസേപ്പിൻ്റെ മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഭവമാണ്. ഇത് കേൾക്കുന്ന നമ്മളെല്ലാവരും ഒരുപക്ഷെ നല്ല മരണത്തിന് വേണ്ടി ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നവരാണ്. ഞാൻ ഓർക്കുന്നത് ബഹുമാനപ്പെട്ട കൊച്ചുമുട്ടം അച്ഛൻ ചാവറ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് പറയുന്ന ആ ബുക്ക് വളരെ വലിയൊരു ബുക്ക് തന്നെയാണ്. ആ ബുക്ക് തുടങ്ങുന്നത് തന്നെ ചാവറ അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടാണ്. എന്നിട്ട് പറയുന്നത്, ഒരു നല്ല മരണത്തിന് നല്ലൊരു ജീവിതത്തിൻ്റെ ആവശ്യമുണ്ട്. എങ്ങനെ നമ്മൾ ജീവിക്കുന്നോ അതിൻ്റെ ഒരു ഉത്തരം പോലെയാണ്, ഒരു കടന്നുപോക്കലിൻ്റെ കവാടം തുറക്കലാണ് മരണം. ചാവറച്ചൻ്റെ മരണത്തിൽ ചാവറച്ചൻ ചുറ്റുപാടും കൂടിയിരിക്കുന്ന ആൾക്കാർ കരയുമ്പോൾ പറയുന്നത്, നിങ്ങൾ എന്തിനു കരയുന്നു, സന്തോഷിക്കുക. ഇതുതന്നെയാണ് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനും കൂടെ ഉണ്ടായിരുന്നവരെ കരയുമ്പോൾ കണ്ണു തുറന്ന് പറയുന്നു, നോക്കൂ, സന്തോഷിക്കൂ, കാവൽ മാലാഖമാർ വെള്ള ഉടുപ്പ് ധരിച്ച് എന്നെ സ്വീകരിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നു. ഇതാണ് മരണത്തെക്കുറിച്ചുള്ള ആ പ്രതിപാദനത്തിൻ്റെ ഏറ്റവും മർമ്മമായ ഭാഗം. കാരണം നമ്മളെങ്ങനെ ജീവിക്കുന്നു അതിനനുസരിച്ച് മരണവും. വിശുദ്ധ യൗസേപ്പിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? നമുക്കറിയാം, വിശുദ്ധ യൗസേപ്പ് സന്മരണത്തിൻ്റെ മധ്യസ്ഥനാണ്, തൊഴിലാളികളുടെ മധ്യസ്ഥനാണ്, കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥനാണ്, സമർപ്പിതരുടെ മധ്യസ്ഥനാണ്. ഇതൊക്കെ ചുമ്മാതെ ഒരു മധ്യസ്ഥനായി സ്ഥാപിച്ചതല്ല. ആ മേഖലകളിലെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ വിശുദ്ധ യൗസേപ്പ് ജീവിച്ചതിൻ്റെ അടയാളമാണ്. എങ്ങനെ വിശുദ്ധ യൗസേപ്പ് സന്മരണത്തിൻ്റെ മധ്യസ്ഥനായി എന്ന് നമ്മൾ ചിന്തിക്കുന്നതും നല്ലത് തന്നെയാണ്. കാരണം ഈശോ ഉണ്ടായിരുന്നു കൂടെ. ഈശോ പറയുന്നുണ്ട്, എനിക്ക് മരണം മാറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ മരണത്തിൻ്റെ കയ്പ് മാധുര്യമുള്ളതായി തീർക്കുവാൻ എൻ്റെ സാന്നിധ്യം, എൻ്റെ സാമീപ്യം അതിന് ശക്തമാക്കുന്നു. വിശുദ്ധ യൗസേപ്പ് മരിക്കുമ്പോൾ ഈശോയുടെ മാറിൽ ആലിംഗനം സ്വീകരിച്ചുകൊണ്ട് മാറ് ഒരു തലയിണ പോലെ ചാരിക്കിടന്ന് മരിക്കുന്നത് ഏറ്റവും സൗഭാഗ്യമായ മരണം. ഈശോ സങ്കീർത്തനം ചൊല്ലി വിശുദ്ധ യൗസേപ്പിനെ തയ്യാറാക്കുകയാണ്. നമ്മൾ ആലോചിച്ചാൽ നമുക്കറിയാം, ഈശോ ആണ് വിശുദ്ധ യൗസേപ്പിനെ ഈ ലോകത്തിൽ നിന്ന് പരലോകത്തിലേക്ക് പറഞ്ഞു വിടുന്നത്. അവിടെ സ്വീകരിക്കുന്നതും ഈശോ തന്നെയാണ്. യാത്രയാക്കുന്നതും സ്വീകരിക്കുന്നതും ഒരാൾ തന്നെ. എത്ര സുന്ദരമായ മരണം! വിശുദ്ധ യൗസേപ്പിൻ്റെ ആ മരണം തീർച്ചയായിട്ടും വിശുദ്ധ യൗസേപ്പിനെ സന്മരണത്തിൻ്റെ മധ്യസ്ഥനായി മാറ്റുന്നു. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആ 42-ാമത്തെ അധ്യായത്തിൽ, 1-ാം വാല്യത്തിലെ 42-ാം അധ്യായത്തിൽ പറയുന്നത്,
ഈശോ തൻ്റെ 29-ാമത്തെ വയസ്സിൽ ആശാരിയുടെ പണിപ്പുരയിൽ നിന്ന് പണി ചെയ്യുകയാണ്. ഒരു ചക്രത്തിൻ്റെയോ മറ്റോ പണി. ആ സമയത്ത് മാതാവ് വിശുദ്ധ യൗസേപ്പിനെ ശുശ്രൂഷിക്കുകയാണ്. എളുപ്പമെന്ന് മാതാവ് വന്ന് പറയുന്നു, അദ്ദേഹത്തിന് രോഗം വളരെ കൂടുതലാണ്. ചുരുങ്ങിയ വാക്കുകൾ, പക്ഷേ മാതാവിൻ്റെ ആ ശരീരഭാഷ, വിറയ്ക്കുന്ന ശരീരം, ചുണ്ടുകൾ, ഇതെല്ലാം, നിറഞ്ഞ കണ്ണുകൾ, ഇതെല്ലാം ഈശോ അമ്മേ എന്ന് വിളിച്ച് ഒരു നിമിഷം പോലും താമസിക്കാതെ വിശുദ്ധ യൗസേപ്പിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് വിശുദ്ധ യൗസേപ്പിനെ ആ മരണത്തിനു വേണ്ടി ഒരുക്കുന്നു. സങ്കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടും ആത്മബലം കൊടുത്തുകൊണ്ടും, എൻ്റെ അപ്പ, നീ ഞങ്ങളെ സ്നേഹിച്ചു, തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനും മധ്യസ്ഥനും നെടുംതൂണും എല്ലാമായിരുന്നു. നീ നിൻ്റെ ഭാര്യയെ വളരെ സുന്ദരമായി ശുശ്രൂഷിച്ചു. അവളുടെ ഉദരഫലത്തെയും നീ വളരെയധികം കാത്തു പരിപാലിച്ചു. അങ്ങനെ ആത്മബലം കൊടുത്ത് ഈശോ വിശുദ്ധ യൗസേപ്പിനെ മരണത്തിനു വേണ്ടി ഒരുക്കുകയാണ്. അതിസുന്ദരമായ ഒരു മരണം. വിശുദ്ധ യൗസേപ്പ് ആ സമയം തൻ്റെ പുഞ്ചിരി, തൻ്റെ ഹൃദയത്തിലുള്ള ആ സന്തോഷത്തിൻ്റെ നിറവ് ഒരു പുഞ്ചിരിയായി ഈശോയ്ക്കും സമ്മാനിക്കാൻ ശ്രമിക്കുന്നു. മാതാവിനോടും എന്തൊക്കെയോ പറയുവാൻ ആഗ്രഹിക്കുന്നത് പോലെ കൈതലയിൽ വെച്ച് അനുഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മ ഈ നിമിഷം മുട്ടുകുത്തിയാണ് സ്വീകരിക്കുന്നത്. ഈശോയും തല കുനിച്ച് ആ മനുഷ്യനായി പിറന്ന ഈശോയുടെ ആ വളർത്തു പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധിയോടെ. അപ്പോൾ ഇതൊക്കെയാണ് നല്ലൊരു മരണത്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ ഈ മരണം വെറും ഒരു കടന്നുപോക്കലല്ല, നിത്യതയിലേക്ക്, നമ്മളെ സൃഷ്ടിച്ച ആ ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക്. അപ്പം നമുക്കതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. സന്മരണത്തിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് നമുക്കെല്ലാവർക്കും നല്ല മരണത്തിനു വേണ്ടി നമ്മളെ ഇന്നു മുതൽ ഒരുക്കുവാൻ വേണ്ടി നമുക്ക് വിട്ടുകൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പേടിപ്പിക്കുന്ന ഒരു സംഭവമായി മരണം മാറുന്നില്ല. പ്രത്യാശയിലേക്ക്, അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന ഒരു കടന്നുപോക്കലായി അതിനെ മാറ്റാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ.